ഉപാസന സാത്വികമായിട്ട് ശുദ്ധമായിട്ട് ആരാധിച്ചാൽ ഒരു ദോഷവുമില്ല, ഗുണമുണ്ട്. നമുക്ക് അതിൻ്റെതായ സൂചനകൾ അല്ലെങ്കിൽ മറുപടികൾ സമയാസമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഉപാസന, ഈ ദേവി ഉപാസന എങ്ങനെ ചെയ്യാം? ഇതിൻ്റെ ചെയ്യുന്ന രീതി എന്താണ്? ഒന്ന് വിശദീകരിക്കാമോ? ഉപാസന എന്ന് പറഞ്ഞാൽ ദേവിയെ മാത്രമല്ല, ദേവനെ ഉപാസിക്കാം. ശരി. ഏത് ദേവന്മാരെന്നല്ല, ഏത് ദേവനെയും ഉപാസിക്കാം, ഏത് ദേവിയെയും ഉപാസിക്കാം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് തന്നെയാണല്ലോ. ഈശ്വരൻ എന്ന് പറയുന്നത് അതെ, ദേവിയാണേലും ദേവനാണേലും അതെ, ആ ഒരു ചൈതന്യത്തിൽ നിന്നാണ്. ഓം എന്ന് പറഞ്ഞ ഓങ്കാരപ്പുരിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഏത് വേണേലും ഭാവത്തെ ഉപാസിക്കാം. ശിവനെയും മഹാവിഷ്ണുവിനെയും കൃഷ്ണനെയും ദേവിയെയും കാളിയെയും ദുർഗയൊക്കെ ഉപാസിക്കാം. ഈ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പിന്നെ ഒരു എന്നാ പറയുക, മനസ്സിലൊരു ദേവസങ്കല്പമുണ്ട്. ജാതകപ്രകാരം ചിലപ്പം വേറെയായിരിക്കും. അത് ഗ്രഹനില നോക്കി അവരുടെ ദേവത ഏതാണെന്ന് എന്ന് കണ്ടുപിടിച്ച് ഉപാസിക്കുന്ന രീതിയുണ്ട്, അല്ലാതെ ഉപാസിക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിലൊരു ദേവത സങ്കല്പമുണ്ട്. ഏതെങ്കിലും ഒരു ദേവതയോട് അമിതമായ താല്പര്യം കാണും. ഇപ്പം നമ്മൾ സംഗതിന് എന്തെങ്കിലും ചെയ്യാൻ നേരത്ത് എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും പലരും ചെയ്യുന്നത്. അല്ലെ ചിലർ എൻ്റെ അയ്യപ്പ എന്നായിരിക്കും പറയുന്നത്. ചിലയാണെങ്കിൽ എൻ്റെ അമ്മ ദേവി കാളി അല്ലെ ഭദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്, ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്വാധീനിക്കുന്ന ഏത് ഭാവമാണോ ആ ഭാവത്തെ ഉപാസിക്കാം. കാളിഭാവമാണെങ്കിൽ കാളി ഉപാസിക്കാം. ദുർഗാഭാവമാണെങ്കിൽ അങ്ങനെ ഉപാസിക്കാം. ഇനി മാതൃഭാവമാണെങ്കിൽ അങ്ങനെ ഉപാസിക്കാം. പിന്നെ മഹാദേവനാണെങ്കിൽ അങ്ങനെ ഉപാസിക്കാം. പക്ഷെ ഉപാസിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ദേവി ഉപാസിക്കുമ്പോഴത്തേനും മാതൃഭാവത്തെ ഉപാസിക്കുന്നതായിരിക്കും നല്ലത്, കൂടുതലും നല്ലത്. അല്ലെങ്കിൽ സംഗതി എന്നാന്ന് പറഞ്ഞാൽ ഉപാസനാ രീതിയിൽ തെറ്റുപറ്റിയാൽ ചിലപ്പം തിരിച്ചടി ഉണ്ടാവും. മാതൃഭാവം ആകുമ്പോഴത്തേനും അമ്മയാണല്ലോ, എല്ലാ തെറ്റും ക്ഷമിക്കും, അമ്മ സഹിക്കും, അല്ലെ ക്ഷമിക്കും. അപ്പം മാതൃഭാവത്തെ ഉപാസിക്കുന്നതായിരിക്കും. ഈ കാളിയാണെങ്കിൽ പോലും കാളിയെ മാതാവായിട്ട് സങ്കല്പിച്ചു വേണം. ഭദ്രകാളിയായിട്ട് ശത്രു സംഹാരിണിയായിട്ട് സങ്കല്പിക്കാതെ മാതൃഭാവത്തിൽ സങ്കല്പിക്കണം. അപ്പം കാളിദാസന് സരസ്വതിയായിട്ടാണ് ഭദ്രകാളി അനുഗ്രഹിച്ചത്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വലിയ പണ്ഡിതനായി തീർന്നത്. അപ്പോൾ ഏത് ഭാവത്തിൽ അനുഗ്രഹിച്ച ആ ഭാവത്തിലാണ് നമുക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ട് സാത്വികമായ ഭാവത്തിൽ ആരാധിച്ചാൽ അല്ലെ ഉപാസിച്ചാൽ ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ചിട്ട ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ലൊരു ഉപാസകനാണെങ്കിൽ ഒരു സാത്വിക ജീവിതമായിരിക്കണം, മദ്യപിക്കരുത്. അങ്ങനെ ജീവിതത്തിൽ പല ചിട്ടകളും നമ്മൾ അനുവർത്തിച്ച് വേണം പോരാൻ. ദൈവ ഉപാസകനാണെന്ന് പറഞ്ഞിട്ട് മദ്യപിച്ചും തെറി പറഞ്ഞും ഒക്കെ നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആ രീതിയിലായിരുന്നു മനസ്സും അതിനൊരു പക്വമായിരിക്കണം, എങ്കിലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ. ഇപ്പോൾ ദേവി ഉപാസിക്കുമ്പോഴത്തേന് മന്ത്രം ജപിക്കണമെന്ന് വെച്ചാൽ ദേവിയാണെങ്കിൽ ദേവി സഹസ്രനാമം ജപിക്കാം. ഒരു ദിവസം ഒരു നേരമെങ്കിലും ജപിച്ചിരിക്കണം. ശരിക്കും പറഞ്ഞാൽ ഉത്തമ ജ്യോത്സ്യൻ എന്ന് പറയുന്നത് ഒരു ഉത്തമ ഉപാസകൻ കൂടി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതെ അതെ അതെ. അതിൽ ഉപാസകനല്ലാത്ത ജ്യോത്സ്യനെ പ്രശ്നങ്ങൾ പറയാൻ പറ്റത്തില്ല. അപ്പം നല്ല ഉപാസകൻ കൂടിയായിരിക്കണം. അപ്പം എൻ്റെ ഗുരു എൻ്റെ അടുത്ത് ഒരു ജാതകം നോക്കാൻ ചെന്നപ്പോഴത്തേന് പുള്ളി പറഞ്ഞ് ഈ പുള്ളി ജയിലിലാണെന്ന് പറഞ്ഞു. അത് ഗ്രഹനിലയ്ക്ക് നോക്കുക അല്ല പറയുന്നത്, പുള്ളിയുടെ ആ ദിവ്യദൃഷ്ടി കൊണ്ട് പുള്ളി പറഞ്ഞതാണ്. അത് ഉപാസനാമൂർത്തി കാണിച്ചു കൊടുക്കുന്നതാണ്. അതെ അതെ. അതല്ലെങ്കിൽ അതിൻ്റെ ഈ സിഗ്നൽ ഉണ്ടാവും. ഇത് നമുക്ക് സംഗതി എന്ന് പറഞ്ഞപ്പോൾ സംഗതി ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഗതി നമുക്കൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമുക്ക് നേരെ വഴിയിൽ നടക്കാനായിട്ടൊരു പ്രേരണയാവും. അങ്ങനെ ഉപാസിച്ചുകൊണ്ട് നമുക്ക് ലോട്ടറി അടിക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീരും, നമ്മളിൽ സമ്പന്നനാകും എന്ന് വിചാരിക്കരുത്. അത് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ പ്രതിഫലിച്ച് കൂടാതെ വേണം ചെയ്യാനായിട്ട്.
ഒരു കാര്യത്തിന് വേണ്ടി ആരും ഉപാസിക്കരുത്. ഒരു കാര്യവുമില്ല, നമ്മളൊരു ആത്മാർത്ഥമായിട്ട് ഉപാസിച്ചാൽ നമുക്കതിൻ്റെ ഫലം ദേവി തരും. അല്ല നമുക്കിന്ന് വേണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് തെറ്റാണ്. നമ്മളങ്ങനെ അതിൻ്റെ സ്വാത്വികമായ ഭാവത്തിൽ യഥാർത്ഥ ശുദ്ധമായ മനസ്സോടും പ്രവൃത്തിയോടും കൂടി ആരാധിച്ചാൽ ഉപാസിച്ചാൽ അതിൻ്റെ ഫലം കിട്ടും. മഹാദേവനെ ആകാം, മഹാവിഷ്ണുവിനെ ആകാം, ദേവിയാകാം. പ്രത്യേകിച്ച് ഉപാസിക്കുമ്പം സാത്വിക ഭാവമായിരിക്കണം എന്നുള്ളൂ. ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ പോലെ സാത്വിക ഭാവത്തിലാണ് ഓൾമോസ്റ്റ് എല്ലാ പേരും ഉപാസിക്കുന്നത്. ചില ആൾക്കാർ ഈ പറയുന്ന ദേവീ ദേവന്മാരുടെ വേറെ രീതിയിലുള്ള ബിംബങ്ങളെ ഉപാസിക്കുന്നു. അവിടെ സാത്വിക ഭാവം ഫോക്കസ് ചെയ്യാറില്ല. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചടി എന്ന് പറയുന്നില്ലേ, ഇപ്പോൾ നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് ചില അമ്പലങ്ങളിൽ അവിടെ നോൺ വെജാണ് അവിടുത്തെ മെയിൻ ഒരു വഴിപാടായിട്ടുള്ളത്. അപ്പോൾ അവർ സാത്വികം നോക്കാതെ പോകുന്നവരല്ലേ? അതിന് തിരിച്ചടി ഉണ്ടാകുമായിരിക്കും. നമ്മൾ സംഗതി ഇപ്പം നമ്മൾ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ട് ഈ മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ബലി കൊടുക്കുന്നില്ലല്ലോ. ഇപ്പം നമ്മൾ കുമ്പളങ്ങ മുറിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ബലിക്ക് കുമ്പളങ്ങ മുറിക്കണം. ചില കർമ്മികൾ വീട്ടിൽ കുമ്പളങ്ങ മുറിക്കാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിന് തിരിച്ചടി ഉണ്ടാക്കും. കുമ്പളങ്ങ ചെയ്യുന്നുണ്ടോ? ഗുരുതി കൂട്ടിയാലും ഉണ്ടാകും. അതുകൊണ്ടാണ് അത് സംഗതി അത് നമുക്ക് വീട്ടിൽ കൂട്ടാവുന്നൊരു പരിപാടിയല്ലത്. നമ്മുടെ താൽക്കാലിക ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണ് ഈ മഞ്ഞളും ചുണ്ണാമ്പ് ചേർത്ത് ഗുരുതി കൂട്ടി. പക്ഷെ അത്തരം കാര്യങ്ങൾ വീട്ടിൽ ചെയ്താലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ദോഷം മാറുന്നതിന് വേണ്ടിയല്ല. ദോഷം മാറുന്നത് താൽക്കാലികമായി ദോഷം മാറുന്നത്. അതിന് തിരിച്ചടി പുറകെ വരുന്നുണ്ട്. താൽക്കാലിക ദോഷം മാറും. അപ്പോൾ നമ്മളെ എന്താ ചെയ്യുമ്പോൾ നമുക്ക് താൽക്കാലികമായ ഒരു ശാന്തി ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നലാണ്. പക്ഷേ തിരിച്ചടി വലിയ താമസിക്കാതെ കിട്ടും. അതാണ് ക്ഷേത്രത്തിൽ ചെയ്യാൻ വരുമ്പോഴത്തേന് സംഗതി എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. ക്ഷേത്രത്തിൽ ചെയ്യുമ്പോഴത്തെ സംഗതി 12 വർഷം കൂടുമ്പോഴത്തേന് ശുദ്ധികലശോ പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തിയല്ലേ ചെയ്യുന്നത്. ശരി, വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പറയുന്ന സാത്വിക കർമ്മത്തിൽ മാത്രമേ ചെയ്യാവുന്നതാണ്. ഇത് ഉപാസിക്കുമ്പോൾ സാത്വികമായ ഭാവത്തിൽ വേണം ഉപാസിക്കാൻ. അതായിരിക്കും ഏറ്റവും നല്ലത്. അത് പ്രതിഫലേച്ഛ കൂടാതെ ഉപാസിക്കാൻ വേണം. അത് നമുക്ക് ഇന്നത് കിട്ടണം എന്ന് വിചാരിച്ച് ഉപാസിക്കരുത്. ശരി, അപ്പോൾ ഈ പറയുന്ന സ്ഥിരം ഉപാസകനാണെന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ദോഷങ്ങൾ ഉള്ള ഒരു ജാതകമാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക എന്തിൻ്റെ അപഹാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ദശയിലുണ്ടാകുന്ന ദോഷങ്ങളോ ഈ പറയുന്ന ഉപാസന അത് ബാധിക്കാതെ പോകുന്നതാണോ? ഉപാസകനെ ബാധിക്കാതെ പോകുമെന്ന് പറഞ്ഞാൽ സംഗതി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് നമുക്ക് ആ ഉപാസനാമൂർത്തി നമുക്ക് തന്നെ നേരെ വഴി കാണിച്ചു തരും. മനസ്സിലായി? ഇപ്പോൾ ഒരു അപകടം ഉണ്ടാകാൻ പോവുക, നമുക്കൊരു സിഗ്നൽ തരും. നമ്മൾ വഴിയെ നടന്നു പോകുമ്പോഴത്തേന് നമ്മുടെ പുറകിൽ ഒരുത്താൻ കത്തിയായിട്ട് കുത്താൻ വരുവാന്ന് വിചാരിച്ചു. ശരിയൊരു ഉപാസകനാണെങ്കിൽ ദേവി അതിൻ്റെ ഉള്ള സിഗ്നൽ തന്നിരിക്കും, അല്ലെ പോകാൻ തരും. ശരി, അപ്പോൾ എല്ലാവരും ഈ പറയുന്ന ഈ ഉപാസന പ്രക്രിയ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ ഉളവാക്കുന്നതാണ്. പേടിയുണ്ട്. അതായത് ഉപാസിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചടി കിട്ടും. സ്വാത്വികമായ ഭാവത്തിൽ ഉപാസിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ശരി, പിന്നെ സ്വാത്വികമായ ഭാവത്തിൽ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാത്വികനായിരിക്കണം. പറഞ്ഞു മനസ്സിലായി? നമ്മൾ ഈ സംഗതി മദ്യപിച്ചും വ്യഭിചരിച്ചും പിന്നെ മോശം വാക്കുകൾ പറഞ്ഞും ഒക്കെ ഉപാസിച്ചാൽ നമുക്ക് അതുകൊണ്ട് അനുഗ്രഹം കിട്ടത്തില്ല. നമ്മൾ ഇങ്ങനെ സ്വാത്വികമായ ഭാവത്തിൽ വേണം ആരാധിക്കണം. ഞാൻ പറഞ്ഞു, ഞാനിപ്പം സംഗതി നമ്മളൊരു ദേവത ഉപാസിക്കുന്നുണ്ട്. നമ്മൾ ഉപാസിക്കാൻ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ മദ്യപാനമില്ല, ഇറച്ചി മീനും കൂടത്തില്ല, വെജിറ്റേറിയനായി. അതിനു മുമ്പ് നമ്മളങ്ങനെ നോൺ വെജിറ്റേറിയനായിരുന്നു. ഉപാസിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് വെജിറ്റേറിയനായി, മദ്യപാനമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പം സംഗതി ഞാൻ പറഞ്ഞില്ല, രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കുന്നത്. എന്നും രാവിലെ കാറ്റാണെങ്കിലും മഴയാണെങ്കിലും ഇടിയാണെങ്കിലും 4 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് നമ്മളിങ്ങനെ സഹസ്രനാമം ജപിച്ചാണ് എഴുന്നേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വരാൻ താമസിച്ചത്. അപ്പം നമുക്ക് സംഗതി ഇന്നലെ നമ്മൾ ഇവിടെ പോയാലും അനുവാദം ചോദിച്ചിട്ടാണ് പോകാറുള്ളത്. പോകണ്ടാത്ത കാര്യമാണെങ്കിൽ പോകണ്ടെന്ന് പറയും. പോകണ്ടെന്ന് പറഞ്ഞാൽ ഉച്ച പറയുന്നതല്ല, നമ്മുടെ മനസ്സിൽ നിന്നൊരു തോന്നലുണ്ടാവും പോകണ്ട. പോകുക, അത് നമ്മൾ ധിക്കരിച്ച് പോയാൽ നമുക്കതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാവും.
അല്ലെങ്കിൽ ദേവി നമ്മളോട് പറയുമല്ലോ, നമ്മുടെ ചെവി നമ്മൾ ആണുങ്ങൾ അല്ല, നമ്മളിങ്ങനെ ആൾക്കാർ സംസാരിക്കുന്ന പോലെ ദൈവം നമ്മളോട് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ അതിനുള്ള പ്രചോദനം ഉണ്ടാവും. എന്തായാലും സന്തോഷം. കാരണം ഈ പറയുന്ന ഉപാസന രീതിയെപ്പറ്റി താങ്കളുടെ ഒരു പെർസ്പെക്ഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. ആൾക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഉപാസന എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം. ഉപാസന സാത്വികമായിട്ട് ശുദ്ധമായിട്ട് ആരാധിച്ചാൽ ഒരു ദോഷവുമില്ല, ഗുണമുണ്ട്. നമുക്ക് അതിൻ്റെതായ സൂചനകൾ അല്ലെങ്കിൽ മറുപടികൾ സമയാസമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും. ശരി, സന്തോഷം, നന്ദി, നമസ്കാരം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.